ശരിക്കും പറഞ്ഞാൽ GCC രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഉപരോധവും ആക്രമണവും നടത്തി ഇസ്രായേലും അമേരിക്കയും ഇറാനെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവർ തിരിച്ചടിക്കുന്നത് നേരിട്ട് അമേരിക്കയല്ല, പകരം അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള GCC രാജ്യങ്ങൾക്ക് മേലെ ആക്രമണം നടത്തുന്നു. ഇപ്പോൾ സൗദി അറേബ്യ അത് പണ്ട് പോലെ ഇറാൻ്റെ ഒരു ടാർഗറ്റാണ്. ഈ ഹൂത്തികളെ ഉപയോഗിച്ച് യമനിൽ നിന്ന് ആക്രമണം നടത്തുന്നതൊക്കെ സൗദിക്കെതിരെയായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ഒരു സൈനിക ബേസിന് നേരെ, കൃത്യമായി പറഞ്ഞാൽ കിങ് സുൽത്താൻ എയർബേസിന് നേരെ ആക്രമണം നടത്തുന്നു. അവിടുത്തെ സൈനിക താവളങ്ങൾ ഇനിയും ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ GCC രാജ്യങ്ങളെ തകർത്തുകൊണ്ട് അമേരിക്കയ്ക്ക് തിരിച്ചടി. അങ്ങനെയാണ് ഇറാന്റെ നീക്കം. ഇപ്പോൾ ഇറാൻ്റെ ഒരു ആക്രമണം, അതിനെപ്പറ്റി പറയുന്നത് ഇറ്റ് ഹസ് സെൻഡ് ഷോക്ക് വേവ്സ് ത്രൂ പെൻറ്റഗൺ ആൻഡ് ദി വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അതായത് അമേരിക്ക ശരിക്കും ഒന്ന് ഞെട്ടിച്ച ഒരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അപ്പോൾ അത് നടന്നിരിക്കുന്നത് കിങ് സുൽത്താൻ എയർബേസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതാണ് ടാർഗറ്റ്, കിങ് സുൽത്താൻ എയർബേസ്. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോണും ബാലിസ്റ്റിക് മിസൈൽസും കൂടി നല്ലപോലെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വെൽ കോഓർഡിനേറ്റഡ് മൾട്ടി വേവ് അറ്റാക്കാണ് ഈ പറയുന്ന കിങ് സുൽത്താൻ എയർബേസിൽ നടന്നത്. അപ്പോൾ കിങ് സുൽത്താൻ എയർബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കുവൈറ്റ് വാറൊക്കെ നടക്കുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടന്നിരുന്ന ഒരു എയർബേസാണിത്. മാത്രമല്ല ഇത് റിയാദ്, ഈ ക്യാപിറ്റൽ റിയാദിൽ നിന്നും കേവലം 130 കിലോമീറ്റർ ദൂരമേ അവിടെ ഉള്ളൂ. അപ്പോൾ അമേരിക്കൻ എയർഫോഴ്സിൻ്റെയും അതേപോലെ സൗദിയുടെ എയർഫോഴ്സിൻ്റെ എല്ലാം വളരെയധികം പ്ലെയിനുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണത്. അത് കൂടാതെ അമേരിക്കയുടെ ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും മറ്റ് ആൾക്കാരൊക്കെ അവിടെ വളരെ അധികം താമസിക്കുന്നുണ്ട് ഈ കിങ് സുൽത്താൻ എയർബേസ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അത് ഈ സൗദിയുടെ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചങ്കാണിത്. ഈ സ്ഥലത്താണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. ആൾക്കാരും മരിച്ചിട്ടില്ല ആ ആക്രമണത്തിൽ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പലരും കരുതിയിരുന്നത് ഇവർ ഇറാൻ അയക്കുന്നത് മുഴുവനും ഒരു ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽസ് അയക്കുന്നു എന്നുള്ള ചിന്താഗതിയായിരുന്നു. പക്ഷേ അതല്ല കാര്യം എന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ആക്രമണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കിങ് സുൽത്താൻ എയർബേസ് നിയർ റിയാദ് ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം അതാണ്. അപ്പോൾ അതാണ് ഇതാണ് അതിൻ്റെ ടാർഗറ്റായിരുന്നത് ഇറാൻ്റെ. പിന്നെ അതിൽ വന്നിരിക്കുന്ന ഡാമേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US എയർഫോഴ്സിൻ്റെ 5 ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കർ റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ വിമാനങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. 5 എണ്ണം. ഈ 5 എണ്ണം എന്ന് പറഞ്ഞാൽ US എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ റീഫ്യൂവലിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഫൈറ്റർ ജെറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ വിമാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ അത് ഇൻ ടേംസ് ഓഫ് അതിൻ്റെ വില കണക്കാക്കിയാൽ തന്നെ വളരെ കൂടുതലാണ്. അതുകൂടാതെ ഈ യുദ്ധം അമേരിക്ക നടത്തുന്ന രീതിയിൽ നടക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. കാരണം സാധാരണ ജെറ്റ്സിനൊക്കെ പറക്കുന്നതിനോ യാത്ര ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ ഇതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കണമെങ്കിൽ ഈ പറയുന്ന പ്ലെയിൻ വേണം. അതായത് KC-135 റീഫ്യൂവലിംഗ് പ്ലെയിൻസ് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി ഈ സൗകര്യം ഉണ്ടെങ്കിൽ ലോകത്തിൽ എവിടെ വേണമെങ്കിലും അവർക്ക് പോയി അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ എയർക്രാഫ്റ്റിനെ തന്നെ കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി അവിടെ ആക്രമണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു ഞെട്ടലായത് ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന പ്ലെയിനിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തൊരു പെട്രോൾ ടാങ്ക്, പറക്കുന്നതിനിടയിൽ എത്ര പെട്രോൾ വേണമെങ്കിലും കിട്ടുന്ന ഒരു സ്ഥലം, ആ രീതിയിലാണ് അത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ 5 എണ്ണം ഒറ്റയടിക്ക് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനാകരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഫ്ലൈറ്റ്സ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം വിൽ ബി ഇമ്പോസിബിൾ വിത്തൗട്ട് ദി സപ്പോർട്ട് ഓഫ് ദീസ് പ്ലെയിൻസ്. അതാണ് ഒരെണ്ണം. പിന്നെ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരാ ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് ഇറ്റ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ. അവരാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് US ഒഫീഷ്യൽസും അതേപോലെ ഇറാൻ്റെ മീഡിയ പ്രസ് TV എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇറാന് നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു മൾട്ടി വേവ് അറ്റാക്ക് അമേരിക്കയ്ക്കെതിരെ നടത്താൻ പറ്റി, സൗദിയുടെ ടെറിട്ടറിയിൽ നടത്താൻ പറ്റി. അപ്പോൾ ഒരേ സമയം
സൗദിയെയും അമേരിക്കയെയും നന്നായിട്ടൊന്ന് ഞെട്ടിക്കാനായിട്ട് ഇറാന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡിഫൻസ് ആക്ഷൻ ഈ ആക്രമണത്തിൻ്റെ സമയത്ത് സ്വീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യൻ എയർഫോഴ്സ് ഈ ഡ്രോൺസിനെയും ബാലിസ്റ്റിക് മിസൈൽസിനെയും കുറേയൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. പക്ഷെ കുറേ ലീക്ക് ചെയ്ത് വന്നു. ആ വരവിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചെറിയ തോതിലൊക്കെ തുടങ്ങിയിട്ട് നൗ ഇറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ഫുൾ സ്കെയിൽ വാർ ആ രീതിയിലേക്ക് വരികയാണ് ഈ ആക്രമണത്തോടു കൂടി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാകാവുന്നത്, ഇപ്പോൾ പലരും സംസാരിക്കുന്നത് ഗൾഫ് കൺട്രീസ് ഈ GCC ഒക്കെ ദേ ആർ പാസീവ് സ്പെക്ടേറ്റേഴ്സ് ഓഫ് ഈവൻസ്. ഈ വെറുതെ കാണികളായിട്ട് ക്രിക്കറ്റ് മാച്ച് കണ്ട് സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന പോലെയാണ് ഇവർ ഇരിക്കുന്നത്. ഇവരും ഇതിൽ എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ വേണ്ടേ, ഇവരെന്തെങ്കിലും ജോയിൻ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ഒരു ചർച്ച വരാനായിട്ട് ഈ സംഭവം കാരണമായി. കാരണം ഇതുവരെ ഇറാൻ നടത്തിയിരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിസ്ക്രിമിനേറ്റ് എവിടേക്കെങ്കിലുമൊക്കെ പോകണു, ചിലത് ചെന്ന് കൊള്ളും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ദുബായിലേക്കും അവരുടെ എയർപോർട്ടിലേക്കും സൗദി അറംകോയിലൊക്കെ അയക്കുന്നത് പലതും അത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ചെതറി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പീസ് അവിടെ ഇവിടെയും വരുന്നു, വന്ന് വീഴുന്നിടത്ത് തീപിടുത്തം അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ 5 പ്ലെയിൻ ഈ KC-135 എന്ന് പറയുന്ന റീഫ്യൂവലിംഗ് പ്ലെയിൻസ് 5 എണ്ണം അടുപ്പിച്ച് കളയാൻ പറ്റിയത് അമേരിക്കയ്ക്കും അതേപോലെ തന്നെ ഈ ഗൾഫ് കൺട്രീസിനൊക്കെ ഒരു ഷോക്കായിരിക്കുകയാണ്. ശരിക്കും ഈ വൈറ്റ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഈ റീഫ്യൂലിംഗ് പ്ലെയിൻ ഒക്കെ ഇതിനടുത്ത് ഉണ്ട് എന്നുള്ളതാണല്ലോ അവരുടെ ആത്മവിശ്വാസം. കാരണം വിമാനം താഴെ ഇറങ്ങാതെ തന്നെ റീഫ്യൂൽ ചെയ്തിട്ട് അറ്റാക്ക് നടത്തുക എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇറാൻ വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ഡ്രോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് അവർക്ക് വ്യോമാക്രമണത്തിന് അത്ര ശക്തിയില്ല. അങ്ങനെ ആക്രമിച്ചിട്ട് ഈ വിമാനങ്ങളെ തകർക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ചിറക് ഒടിക്കുന്നതിന് തുല്യമാണ്. അതെ അതെ, അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇറാൻ തന്നെത്താൻ ചെയ്യുന്നതായിരിക്കില്ല. മറ്റ് ചിലരൊക്കെ ഉണ്ടല്ലോ, ഇപ്പം അമേരിക്കയോട് ശത്രുതയുള്ള, ഇസ്രായേലിനോട് ശത്രുതയുള്ള പല മറ്റു രാഷ്ട്രങ്ങളുണ്ടല്ലോ, ഗൾഫ് കൺട്രീസ് അല്ലാത്ത. അവർ അതിന് കുറച്ച് ടെക്നോളജിയുടെ സപ്പോർട്ടും മറ്റു രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇപ്പം നോർത്ത് കൊറിയയൊക്കെ ഈ കാര്യത്തിൽ കുറച്ച് ഇൻട്രസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണല്ലോ. പിന്നെ ചൈനയും അതെ, നേരിട്ടൊന്നും ചെയ്യില്ലെങ്കിലും അവർ വേണ്ട പോലെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കത്തിക്കാനുള്ളതൊക്കെ അവർ ചെയ്തു കൊടുക്കുമല്ലോ. അപ്പം ആ സപ്പോർട്ട് ഇല്ലാതെ ഇറാനെ കൊണ്ട് ഇത് സാധിക്കുമെന്നാണല്ലോ. കാരണം ഇറാൻ ഹാസ് പ്രാക്ടിക്കലി നോ എയർഫോഴ്സ് എന്ന് പറയാൻ മാത്രം അവർക്കൊന്നുമില്ല. നമ്മൾ അമേരിക്കയിൽ നിന്ന് കൊടുത്ത വിമാനങ്ങളാണ്. അതെ, 1979 ഷാ പുറത്താവണത്. അപ്പൊ അതിനു മുമ്പ് ഷായുടെ കാലത്ത് വാങ്ങിച്ച എന്തെങ്കിലും സാധനങ്ങളൊക്കെ എയർക്രാഫ്റ്റ് എന്ന് പറയാനുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ പ്രസിഡന്റിനെ പണ്ട് വിട്ടായിരുന്നല്ലോ, ഇബ്രാഹിം റൈസി. ഒരു ഹെലികോപ്റ്റർ കയറ്റി വിട്ടിട്ട് അവിടം വരെ എത്തി ഹെലികോപ്റ്റർ. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നേരെ കീഴ്പോട്ട് വീണല്ലോ. നമ്മുടെ ലാംബ്രട്ട എസ്തിയുടെ ഒക്കെ ജാവയൊക്കെ ഓടിച്ചിരുന്ന ആ കാലത്തുള്ള എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഹെലികോപ്റ്ററാണ് ഇവർ ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടുള്ള പ്രവർത്തികളെ നടന്നിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ കാര്യത്തിൽ അല്പം ഞെട്ടൽ ഉളവാക്കുന്ന രീതിയിൽ അവർക്ക് സാധിച്ചു. മിക്കവാറും അതിൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഇത് നടത്താനായിട്ട് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. സാർ, നേരത്തെ പോലെ ഈ കിം ജോങ് ഉൻ, ഉത്തര കൊറിയൻ ഏകാധിപതി, അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ നാട്ടിൽ ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട്, എൻ്റെ നാട്ടിൽ ഷോക്കേസിൽ വെക്കുന്ന അത്രയും ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇറാൻ പ്രത്യക്ഷമായിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറയും നോർത്ത് കൊറിയ സഹായിച്ചേക്കാം. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ശത്രുക്കൾ തന്നെയാണല്ലോ. എത്രയോ കാലമായിട്ട് അമേരിക്ക ഇവരുടെ അടുത്ത് ഈ നിങ്ങൾ ആണവായുധം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പോയി പണി നോക്കുന്നുള്ള നിലപാടാണ് ശരി. മാത്രമല്ല ഈ ഉത്തര കൊറിയ എപ്പോഴും റഷ്യയോടും ചൈനയോടും ചേർന്ന് നിൽക്കാൻ കൂടെയാണ്. അല്ല, യുക്രൈൻ യുദ്ധത്തിൽ അങ്ങനെയാണല്ലോ ചെയ്തത്. അതെ, അങ്ങനെയാണ് ചെയ്തത്. ഇവിടെയും ഒരു പരിധി കഴിയുമ്പോൾ ഇറാനൊരു സഹായം ചെയ്യുക. കാരണം തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം അമേരിക്ക എന്ന് പറഞ്ഞ ശത്രുവിനെ തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇറാനിലൂടെ ഒരു അടി കൊടുക്കാൻ ഉത്തര കൊറിയ ഇറങ്ങി തിരിച്ചാലും തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അമേരിക്കയുടെ 2 പ്രധാനപ്പെട്ട ശത്രുക്കള് ഇറാനും നോർത്ത് കൊറിയയാണ്. അപ്പൊ അവരും ഇവിടെ എന്തെങ്കിലുമൊക്കെ സൂത്രങ്ങൾ ഇണക്കി കൊടുക്കാനായിട്ട് ഇതിന്റെ ആണിയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവരും ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പൊ ഇവരുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുള്ള ഡ്രോണെ മാത്രമേ ഉള്ളെങ്കിൽ പോലും മറ്റ് ആധുനിക ആയുധങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ വലിയ താമസമൊന്നും ഇല്ലല്ലോ, അല്ലേ? അതേപോലെ യുക്രൈൻ ഇതിൽ കുറച്ച് ഇടപെടുന്നുണ്ട്. അതായത് ഈ ഡ്രോൺ അറ്റാക്ക് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇറാൻ മുമ്പ് റഷ്യക്ക് ഡ്രോൺസ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് യുക്രൈനെതിരെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കുറെ ഇപ്പൊ വർഷങ്ങളായിട്ട് നടക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഡ്രോണിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളതിനെ പറ്റി ഇപ്പൊ ലോകത്തിലുള്ള ഏറ്റവും വലിയ എക്സ്പെർട്സ് യുക്രൈനാണ്. അപ്പൊ യുക്രൈൻ ഇവിടെ വന്ന് ഈ യുദ്ധത്തില് ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ കുറച്ച് പേര് ഉദ്യോഗസ്ഥന്മാര് മാത്രം വന്ന് ഇതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കാനായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി.
അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ അന്തരീക്ഷം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മറ്റു ഭൂഖണ്ഡത്തിലേക്കൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.